നമ്മൾ എല്ലാ PSC ബുള്ളറ്റിനിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ ഒരു സീരീസ് ചെയ്തു വരുന്നതാണ്. ഇത് ജൂലൈ 1 എഡിഷനാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം പതിപോലെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് പല LGS LDC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നുപോലും വിടരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത്. അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2011 ലോകത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ്. അപ്പം അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2011. ലോകത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്. വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാന. ഇനി അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മിസോറാമാണ്. വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന. അത് ഓർത്തിരിക്കാൻ നമുക്കൊരു കോഡ് ഹരിയാന. ഹരിയുള്ളൊരു ആനയില്ലേ, അത് നമ്മൾ കുഴിയാനെന്ന് ഓർക്കുക. വലിയ കോടൊന്നുമല്ല, കുഴിയാനയാണ് കൂടുതലുള്ളത്. അപ്പോൾ വനമില്ല എന്ന് ഓർത്താൽ മതി ഹരിയാനയിൽ. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴയുള്ളത് വനമായിട്ടൊന്നും കരുതണ്ട, അത് വിയ്യപുരത്ത് ഈയിടെയും കണ്ട റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതിന് മുമ്പ് കാടയില്ലായിരുന്നു ആലപ്പുഴയിൽ. കൂടുതൽ ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനമുള്ളത് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ, കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ളത് വയനാട്. ഇവിടെയും ശതമാനാടിസ്ഥാന കണക്ക് നോക്കിയാൽ വയനാട്. നമ്മുടെ ഇന്ത്യയിലെ കാര്യം നോക്കിയാൽ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം എന്ന് വെച്ചാൽ അത് വെസ്റ്റ് ബംഗാളാണ്, പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏക കന്യാവനം സൈലൻറ്റ് വാലിയാണ്. ലോക വനദിനം എന്നാണ് മാർച്ച് 21. നമ്മളൊരു കോഡ് പഠിക്കുമല്ലോ, വനജല കാലശയ. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, 23 കാലാവസ്ഥ ദിനം, 24 ലോക ക്ഷയരോഗ ദിനം. വനജല കാലശയ. അന്താരാഷ്ട്ര വവ്വാൽ വർഷം 2011, അന്താരാഷ്ട്ര രസതന്ത്ര വർഷം 2011, 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുന്നു. സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയാണ് ലോഭയാൻ. ഇത് ചോദിച്ചിട്ടുള്ള സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടന ലോഭയാൻ. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നതാണ് ഗ്രീൻ പീസ്. ആസ്ഥാനം ആംസ്റ്റർഡാം. നമുക്കൊന്നും കൂടെ നോക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യ. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ, കൂടുതൽ ഇടുക്കി. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ളത് വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം സൈലൻറ്റ് വാലി. ലോക വനദിനം മാർച്ച് 21. അന്താരാഷ്ട്ര വവ്വാൽ വർഷം 2011. അന്താരാഷ്ട്ര രസതന്ത്ര വർഷം 2011. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുന്നു. സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയാണ് ലോഭയാൻ. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നത് ഗ്രീൻ പീസ്. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആംസ്റ്റർഡാം. വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ചിപ്കോ പ്രസ്ഥാനം കേട്ടോ. വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ചിപ്കോ പ്രസ്ഥാനം. എക്കോളജി ഈസ് ദ പെർമനൻ്റ് എക്കോണമി. അതാണ് മുദ്രാവാക്യം. എന്താണ്? എക്കോളജി ഈസ് ദ പെർമനൻ്റ് എക്കോണമി. അതാണ് മുദ്രാവാക്യം.
നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കൃഷ്ണ നദി അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാളഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണം വിജയവാഡ. ലോകത്തെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ട് നാഗാർജുന സാഗറാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രശസ്ത അൽമാട്ടി ഡാം കൃഷ്ണയിലാണ്. കൃഷ്ണ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഘട്പ്രഭ, മാലപ്രഭ. നമുക്ക് അത്രയൊന്നും കൂടെ നോക്കാം. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിൽ. അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാളഗംഗ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദികൾ ഏതാണ്? കൃഷ്ണ നദിയാണ്. അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാളഗംഗ. കൃഷ്ണ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് വിജയവാഡ. വിജയവാഡ ഏത് തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വിജയവാഡ ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദി. ലോകത്തെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ട് നാഗാർജുന സാഗറാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രശസ്ത അൽമാട്ടി ഡാം കൃഷ്ണയിലാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. കൃഷ്ണ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഘട്പ്രഭ, മാലപ്രഭ. ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയത്? സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനം. നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സുൽത്താൻ വംശം ഏതാണെന്ന് ചോദിച്ചാൽ തുഗ്ലക്ക് വംശമാണ്. 1320 മുതൽ 1414 വരെ തുഗ്ലക്ക് ഡൈനാസ്റ്റി ആയിരുന്നു. തുഗ്ലക്ക് വംശമായിരുന്നു ഭരിച്ചിരുന്നത്. തുഗ്ലക്ക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഗാസി മാലിക്കാണ് അറിയപ്പെടുന്നത്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് സ്ഥാപിച്ച നഗരമാണ് തുഗ്ലക്കാബാദ്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് സ്ഥാപിച്ച നഗരം തുഗ്ലക്കാബാദ്. ദേവഗിരിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് ദൗലത്താബാദ് തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമമാണ് ജോന ഖാൻ. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സുൽത്താൻ വംശം തുഗ്ലക്ക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് സ്ഥാപിച്ച നഗരമാണ് തുഗ്ലക്കാബാദ്. ദേവഗിരിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമമാണ് ജോന ഖാൻ. ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക്ക് നാമ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അമീർ ഖുസ്രു ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക്ക് നാമ എന്ന ഗ്രന്ഥം രചിച്ചത് അമീർ ഖുസ്രു ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർനാമ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർനാമ. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്തയാണ്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്തയാണ്, മൊറോക്കൻ സഞ്ചാരി. 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണം റിഹ്ല, അറബി ഭാഷയിലാണ് ആ യാത്രാ വിവരണം. ഒന്നും കൂടെ നോക്കാം. ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ
കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക്നാമ എന്ന ഗ്രന്ഥം രചിച്ചത് അമീർ ഖുസ്രു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർനാമ. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇബ്നു ബത്തൂത്ത. മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണമാണ് റിഹ്ല അറബി ഭാഷയിൽ. ആദ്യത്തെ ചേരിചേരാ സമ്മേളനം എവിടെ വെച്ച് നടന്നു? ഉത്തരം ബെൽഗ്രേഡ്, യൂഗോസ്ലാവിയ. 1961 ചേരിചേരാ സമ്മേളനം രൂപീകരിച്ചത്. നോൺ അലൈൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച ഉച്ചകോടിയാണ് ബന്ധൂങ് ഉച്ചകോടി. 1955 ഈ ഉച്ചകോടി നടന്നത് ഇന്തോനേഷ്യ വെച്ച്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളാണ് നെഹ്റു, ജോസിച്ച് ബ്രോസ് ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ. ഇന്ത്യ, യൂഗോസ്ലാവിയ, ഈജിപ്റ്റ്. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? VK കൃഷ്ണമേനോനാണ്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ ചേരിചേരാ സമ്മേളനം എവിടെ വെച്ച് നടന്നു? ബന്ധൂങ്. ആദ്യ ചേരിചേരാ പ്രസ്ഥാനം എവിടെ വെച്ച് നടന്നു? ബെൽഗ്രേഡ്. 1961 ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത്. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച ഉച്ചകോടിയാണ് ബന്ധൂങ് ഉച്ചകോടി. 1955 ഇന്തോനേഷ്യ വെച്ചായിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ നെഹ്റു, ജോസിച്ച് ബ്രോസ് ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോൻ. ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം 120. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി 2024 ജനുവരിയിൽ നടന്ന എവിടെയാണ്? ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയുടെ പ്രസിഡൻറ്റ് യോവേരി മസേവനി. ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം 120. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാം ഉച്ചകോടി 2024 ജനുവരി നടന്നത് ഉഗാണ്ടയിൽ വെച്ചാണ്. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത്, അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ? പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് MN റോയാണ്. MN റോയുടെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. നരേന്ദ്രനാഥ് ഭട്ടാചാര്യ ആരുടെ യഥാർത്ഥ നാമമാണ്? MN റോയുടെ. MN റോയ് മാനഭേന്ദ്രനാഥ് റോയ് എന്നാണ് MNൻ്റെ അബ്രിവിയേഷൻ. ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് MN റോയാണ്. ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് MN റോയാണ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവാണ് MN റോയ്. MN റോയുടെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി തയ്യാറാക്കിയത് MN റോയാണ്. ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് MN റോയാണ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് MN റോയ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് MN റോയ്. ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് MN റോയാണ്. ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് MN റോയ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് MN റോയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് MN റോയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന 9ാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് MN റോയ്. ഇതാണ് റാഡിക്കൽ ഹ്യൂമാനിസം. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് MN റോയ്. ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ്? MN റോയാണ്. ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ആരാ മക്കളെ? MN റോയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് MN റോയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്.
ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ജനകീയ പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഓർത്തിരിക്കുക എളുപ്പം 950, ചുമ്മാ അങ്ങോട്ട് ഓർത്തിരിക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന് 50ാം വാർഷികത്തിൽ 950. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഈ പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഈ പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. കേരള വികസന പദ്ധതി നടപ്പാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരള വികസന പദ്ധതി നടപ്പാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരള വികസന പദ്ധതി നടപ്പാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എപ്പോഴാണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഈ പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതി. എത്ര തവണ ചോദിച്ചിട്ടുള്ളതെന്നറിയാവോ? മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള വികസന പദ്ധതി നടപ്പാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരള വികസന പദ്ധതി നടപ്പാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? CV കുഞ്ഞിരാമൻ കേരള കൗമുദി ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആയിരത്തി 1911 CV കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. 1911 കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം 1911. ആരാണ് ആരംഭിച്ചത്? CV കുഞ്ഞിരാമൻ. മലയാള മനോരമ എപ്പോഴാണ്? 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ചു. മലയാള മനോരമ 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ചു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത്. ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത്. മലയാള മനോരമ 1890 മാർച്ച് 22. കേരള കൗമുദി എന്നാണ് 1911. മലയാള മനോരമ 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ചു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരമാണ്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം 1847 വർഷം അടക്കം ചോദിച്ചിട്ടുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. സ്ഥാപകൻ ആരാണ്? ഹെർമൻ ഗുണ്ടട്ട്. അപ്പോൾ കേരള കൗമുദി ആരാണ്? CV കുഞ്ഞിരാമൻ. ഏത് വർഷമാണ്? 1911. മലയാള മനോരമ 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ചു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം 1847. സ്ഥാപകൻ ഹെർമൻ ഗുണ്ടട്ട്. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാർച്ച് 27 മുതലാണ്. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് മുതലാണ്? 1923 മാർച്ച് 17 മുതൽ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരാരാണ്? KP കേശവമേനോൻ. KP കേശവമേനോനെ പറ്റി നമുക്കൊരു കാര്യം പഠിക്കാനുണ്ടല്ലോ. എന്താണ്? കേരളത്തിൻ്റെ വന്ധ്യവയോധികനാണ് KP കേശവമേനോൻ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ KP കേശവമേനോൻ. KP കേശവമേനോൻ ആരാണ്? കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാർച്ച് 17 മുതൽ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ KP കേശവമേനോൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികനാണ് KP കേശവമേനോൻ. മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏതാണ്? അപ്പം മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ്. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള മലയാള പത്രം ഏതാണ്? ദിനപത്രം. ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രവും ദീപികയാണ്. അപ്പം മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം, മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം എന്ന് ചോദിച്ചാൽ ദീപിക. മലയാളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപിക. ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം ദീപിക. ദീപികയുടെ ആദ്യ പത്രാധിപരാരാന്ന് ചോദിച്ചാൽ എന്തെഴുതും? മാണിക്കത്തനാർ. ദീപികയുടെ ആദ്യ പത്രാധിപർ മാണിക്കത്തനാർ. നമുക്ക് ആദ്യകാല പത്രങ്ങളും പത്രാധിപന്മാരും പഠിക്കാം. ആദ്യകാല പത്രങ്ങളും പത്രാധിപന്മാരും. കേരളമിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരളമിത്രം എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ പത്രാധിപന്മാരാണ്. ആദ്യകാല പത്രം, അതിൻ്റെ പത്രാധിപൻ
കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അല്ലമീൻ ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരളമിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ദീപികയുടെ ആദ്യ പത്രാധിപർ മാണിക്കത്തനാർ. കേരളമിത്രത്തിൻ്റെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അല്ലമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള പത്രികാരാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. കേരള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. കേരള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ. കേരളത്തിൻ്റെ വയോധികനാരാണ്? AP കേശവമേനോൻ. ദീപികയുടെ ആദ്യ പത്രാധിപർ ആരാണ്? മാണിക്കത്തനാർ. കേരള പത്രികയുടെ പത്രാധിപരാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. കേരള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്. കേരള സഞ്ചാരി ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കേരള സഞ്ചാരി ആ പത്രത്തിൻ്റെ ആദ്യകാല പത്രമാണ്. അതിൻ്റെ പത്രാധിപരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതിയുടെ കർത്താവാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അപ്പം എത്ര ജിക്ക് നമുക്ക് കിട്ടി? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ആദ്യകാല പത്രങ്ങളും പത്രാധിപന്മാരും ഒന്നും കൂടെ ഞാൻ വായിക്കാം. കേരളമിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അല്ലമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. കേരള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. കേരള സഞ്ചാരി ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആരാണ്? വാസനാവികൃതിയുടെ കർത്താവാണ്. എന്താണ് വാസനാവികൃതി? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അട്ടപ്പാടിയിൽ കുടിയൊഴുകുന്ന നദി? ശിരുവാണി. അട്ടപ്പാടിയിൽ കുടിയൊഴുകുന്ന നദി ഏതാണ്? ശിരുവാണി. അട്ടപ്പാടിയിൽ കുടിയൊഴുകുന്ന നദി ശിരുവാണി. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. എത്രയാണ്? 44 നദികളുണ്ട്. അതിൽ എത്ര എണ്ണമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ടും. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും. ഞാനിത് പഠിച്ചു വെച്ചിരുന്നത് 41W എന്നും 3E എന്നുമാണ്. പെട്ടെന്ന് എനിക്കത് ഓർത്തിരിക്കുമായിരുന്നു, കാരണം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് 3E. കാരണം 3 ഇംഗ്ലീഷിൽ എഴുതുമ്പം THRW അല്ലേ, ആ E എന്നുള്ളത് ഈസ്റ്റ്. ഇപ്പം ഈസ്റ്റ് കിഴക്കാണ്, അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. വേറെ 1.25 മാർക്ക് കളയരുതല്ലോ. അപ്പം 41 നദികൾ പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും. 3. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. ഒന്നുകൂടെ നോക്കാം. അട്ടപ്പാടി കൂടെ ഒഴുകുന്ന നദി ശിരുവാണി. കേരളത്തിലാകെ 44 നദികളുണ്ട്. എത്ര നദികളുണ്ട്? കേരളത്തിലാകെ 44 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴയുടെ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. അങ്ങനെയാണെങ്കിൽ പാത്രക്കടവ് പദ്ധതി എവിടെയാണ്? കുന്തിപ്പുഴയിൽ. കുന്തിപ്പുഴയിൽ പാത്രം എറിഞ്ഞു എന്ന് ഓർത്താൽ മതി. പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ്? കുന്തിപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. കബനി നദി ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത്. അപ്പോൾ വയനാട് ജില്ലയിലൂടെ കബനിയും ഇടുക്കി ജില്ലയിലൂടെ പാമ്പാറും ഒഴുകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് ഈ കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കുറ്റ്യാടിപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ. പെരുമ്പുഴ, പയസിനിപ്പുഴ എന്നിവ ചന്ദ്രഗിരിപ്പുഴയുടെ പോഷക നദികളാണ്. കാരണം പെരുമ്പുഴ, പയസിനിപ്പുഴ എന്നിവ ചന്ദ്രഗിരിപ്പുഴയുടെ പോഷക നദികളാണ്. പെരുമ്പുഴ, പയസിനിപ്പുഴ. കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നതാണ് മാഹി. നമുക്കൊന്നും കൂടെ വായിക്കാം. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ്. കബനി നദി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു. ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയും കുറ്റ്യാടിപ്പുഴയാണ്.
കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ. പെരുമ്പുഴ, പയസിനിപ്പുഴ ഏതിൻ്റെ പോഷക നദികളാണ്? ചന്ദ്രഗിരി പുഴയുടെ പോഷക നദികളാണ് പെരുമ്പുഴ, പയസിനിപ്പുഴ. കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ചാനൽ ഓഫ് കേരള, മാഹി. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച വർഷം? 1881. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള വർഷമാണ്. ആദ്യം ഒരു 1 എഴുതുക, പിന്നെ 2 8 എഴുതുക, പിന്നെ 1 എഴുതുക. 1881 ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ആരാണ്? മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. 1872 ഇന്ത്യയിൽ സെൻസസിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ സെൻസസിന് തുടക്കം കുറിച്ച ആരാന്ന് ചോദിച്ചിട്ടുണ്ട്? മേയോ പ്രഭു. 1872. ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച സമയത്ത് വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു കേട്ടോ. ഇന്ത്യയിൽ സെൻസസിന് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച സമയത്ത് വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു. 2011 സെൻസസ് ഇന്ത്യയിൽ എത്രാമത്തെ സെൻസസ് ആയിരുന്നു? 15ാമത്തെ സെൻസസ്. 2011 നടന്നിട്ട് പിന്നെ സെൻസസ് നടന്നിട്ടില്ല. അപ്പം അതിൻ്റെ സ്ലോഗൻ അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നായിരുന്നു. 2011 സെൻസസ് ഇന്ത്യയിൽ 15ാമത്തെ സെൻസസ് ആണ്. അതിൻ്റെ മുദ്രാവാക്യമായിരുന്നു, അതിൻ്റെ സ്ലോഗനായിരുന്നു അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. 2014 സെൻസസ് പ്രകാരം ജനസംഖ്യ കൂടി ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചറപറ സെൻസസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ 2013, 15 ആ സമയത്തൊക്കെ നടന്ന എക്സാമിൽ. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. പിന്നെ ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അത് പഠിക്കണം. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. 1875 ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചതാരാണ്? ആയില്യം തിരുനാൾ 1875. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ്. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ്. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു. ആ സമയം വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്ന വർഷം 1861. ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് ആരാണ്? വിശാഖം തിരുനാൾ. വിശാഖം തിരുനാളാണ് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് 1883. 1883 ഇൽബർട്ട് ബിൽ പാസ്സാക്കിയതാരാണ്? ലോർഡ് റിപ്പൺ പ്രഭു ആയിരുന്നു. 1883 ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭു. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ഇത് എറണാകുളമാണ്. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ഇനി കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? അത് കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെ? കോട്ടയം. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയും എറണാകുളമാണ്. മംഗളവനം. മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂളന്നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് പാലക്കാട് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂർ പക്ഷി സങ്കേതമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുത് ഭരത്പൂറാണ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി, ഔദ്യോഗികമായ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്തുള്ള ജടായു നേച്ചർ പാർക്കിലാണ്. ലോകത്തെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് സ്ഥിതി ചെയ്യുന്നത് ജടായു പാർക്ക് ചടയമംഗലത്ത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആദ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ജടായു നേച്ചർ പാർക്ക് എവിടെയാണെന്നുള്ളത്. ആർക്കിയോപ്റ്റെറിക്സ് ആണ് പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത് കേട്ടോ. ആർക്കിയോപ്റ്റെറിക്സ്. ദക്ഷിണേഷ്യയിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തി. ദക്ഷിണേഷ്യയിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ
ദക്ഷിണേശ്വരിലെ സന്യാസി. സ്വാമി വിവേകാനന്ദൻ്റെ ബാല്യകാല നാമം എന്താണ്? നരേന്ദ്രനാഥ് ദത്ത. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ഗദ്ദാധർ ചത്തോപാധ്യായ. സ്വാമി വിവേകാനന്ദൻ്റെ ബാല്യകാല നാമം നരേന്ദ്രനാഥ് ദത്ത. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ഗദ്ദാധർ ചത്തോപാധ്യായ. രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം അടക്കം ചോദിച്ചിട്ടുണ്ട്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1897. ദക്ഷിണേശ്വരിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദൻ്റെ ബാല്യകാല നാമം നരേന്ദ്രനാഥ് ദത്ത. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ഗദ്ദാധർ ചത്തോപാധ്യായ. രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1897. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം എന്താണ്? ഗദ്ദാധർ ചത്തോപാധ്യായ. ആരുടെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ? സ്വാമി വിവേകാനന്ദൻ്റെ. രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ഏതാണ്? ശാരദാമഠം. രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം. സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് എന്നാണ്? 1863 ജനുവരി 12. ജനുവരി 12 പ്രത്യേകത എന്താണ്? ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. 1893 വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെൻറ്റിൽ പങ്കെടുത്തു. 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിലെ ലോകമത പാർലമെൻറ്റിൽ പങ്കെടുത്ത വർഷം 1893. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893. രണ്ടും ഒന്നാണ്. 1893. 1875 ബോംബെ ആസ്ഥാനമാക്കി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് മൂൽശങ്കർ. ബോംബെ ആസ്ഥാനമാക്കി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം. 1875 ബോംബെ ആയിരുന്നു ആസ്ഥാനം. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് മൂൽശങ്കർ. കാലടിയിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. എപ്പോഴാണ്? AD 788. കാലടി ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരെയാണ്. ആരെയാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്? ശങ്കരാചാര്യരെ. ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനം ഏതാണ്? അദ്വൈത ദർശനം. കേട്ടോ, അദ്വൈത ദർശനം ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനം. 1875 ബോംബെ ആസ്ഥാനമാക്കി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് മൂൽശങ്കർ. കാലടിയിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനമാണ് അദ്വൈത ദർശനം. ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. എല്ലാം പഠിച്ചു, ഒന്നും നഷ്ടമാകത്തില്ല. ഈ സീരീസ് അങ്ങനെയാണ്.